ഇനി തിരുവനന്തപുരം നെടുമങ്ങാടേക്കാണ്. അവിടെ 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ അമ്മ അഖിലയ്ക്കെതിരെയും സുഹൃത്ത് അഷ്കറിനെതിരെയും കൊലപാതക കുറ്റം ചുമത്തി. ക്രൂരമായ പീഡനത്തിനാണ് കുട്ടി ഇരയായത്. കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ അടക്കം മുറിവേറ്റിട്ടുണ്ട്. ശരീരത്തിൽ 51 മുറിവുകൾ കണ്ടെത്തിയതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, എത്ര വലിയ ക്രൂരമായ പീഡനത്തിനാണ് ആ കുട്ടി ഇരയായതെന്ന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. 1.5 വയസ്സിൽ ഒരുപക്ഷെ വലിയ നരകയാതന ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് കൂടിയുണ്ട്. അത്ര കണ്ട് ദാരുണമായ ഒരു മരണം. അതിനിടെ ഈ പ്രതികളെ തെളിവെടുപ്പിനായി അടക്കം കൊണ്ടുവരും ഇന്ന് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എപ്പോഴാണ് ഈ തെളിവെടുപ്പിന് ഇവരെ എത്തിക്കുക? ഒപ്പം തന്നെ എഫ്ഐആറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെ? ഈ കുട്ടിയുടെ മരണത്തെ തുടർന്ന് അസ്വാഭാവിക മരണം എന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് മരണപ്പെട്ടിരുന്നു. ഈ കുട്ടിയുടെ അമ്മയുടെ സുഹൃത്ത് പറഞ്ഞിരുന്നത് ഭക്ഷണം കഴിക്കുന്നതിനിടെ ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു, അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നുള്ളതാണ്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അസ്വാഭാവിക മരണത്തിന്റെ കേസെടുത്തിരുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ 2 പ്രതികൾ അഷ്കറിനെതിരെയും അഖിലയ്ക്കെതിരെയും കൊലപാതക കുറ്റം പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജുവനൽ ജസ്റ്റിസ് നിയമപ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് നെടുമങ്ങാട് പോലീസ്. ഇപ്പോൾ ഇന്ന് 11 മണിയോടുകൂടി തന്നെ അഷ്കറിനെയും അതോടൊപ്പം തന്നെ അഖിലയെയും ഇവർ താമസിച്ചിരുന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഉച്ചയ്ക്ക് ശേഷം ഇവരെ 2 പേരെയും മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാനാണ് തീരുമാനം. എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഇവർ ക്രൂരമായി ഈ കുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു വിവരം. 51 മുറിവുകളാണ് ഈ കുട്ടിയുടെ ശരീരത്തിലുള്ളത്. ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ച പാടുകളുമുണ്ട്. അതോടൊപ്പം തന്നെ ജനനേന്ദ്രിയത്തിലൊക്കെ മുറിവ് ഉണ്ട്. ഇത്തരം ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് കൊലപാതക കുറ്റം ചുമത്തുക മറ്റ് ജുവനൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള വകുപ്പുകളിലേക്കും കടക്കുന്നത്. ശരി, സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്. അത്ര കണ്ട് ക്രൂരമായ പീഡനത്തിനിരയായാണ് 1.5 വയസ്സുകാരന്റെ മരണം എന്നറിയുന്നു. അപ്പോൾ ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അത് വലിയ രീതിയിൽ തന്നെ ഗൗരവതരമായി കണ്ട് ശിക്ഷ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരം അതിക്രമ വാർത്തകൾ ഈയിടെയായി ധാരാളമായി വരുന്ന സാഹചര്യത്തിൽ കൂടി അത്തരം കേസുകളെ പ്രത്യേകമായി കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിയമപരമായി അവർക്ക് മാതൃകാപരമായി ലഭിക്കാവുന്ന ശിക്ഷ, പരമാവധി ശിക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇത്തരം അതിക്രമങ്ങൾ തടയാനുള്ള ഒരു നടപടി എന്നുകൂടി കരുതുകയാണ്.